ജസ്റ്റിസ് ഓഫ് പീസ്, സമാധാനം. ഇന്ന് സെപ്റ്റംബർ 21 ഞായറാഴ്ച. ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ ദിവസത്തിന്. ലോക സമാധാന ദിനമായിട്ട് ലോകമെങ്ങും ആചരിക്കുന്ന ഒരു ദിനം. അപ്പോൾ ഈ വാക്കിന് പ്രസക്തിയുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ലോകത്ത് സമാധാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യുദ്ധങ്ങളുടെ ഒരു പെരുമഴ, പല ആയുധമെടുത്തുള്ള യുദ്ധം, താരീഫ് യുദ്ധം, മാനസികമായ യുദ്ധം, അങ്ങനെ പല യുദ്ധങ്ങളും ലോകം നടക്കുന്ന ദിവസമാണ്. ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ ദിവസത്തിന്. ഞാൻ ഇന്ന് ഇവിടെ എൻസൈക്ലോപീഡിയ എടുത്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. ലോക വൈഫ്സ് അപ്രീസിയേഷൻ ഡേ. ഓക്കെ, അതെല്ലാവരും ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. അപ്പോ കുടുംബത്തിൽ സമാധാനം തീർച്ചയായിട്ടും എല്ലാവർക്കും അവരുടെ വൈഫുകളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ കിട്ടും. അത് ഓർക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ സുഹൃത്ത് അഡ്വക്കേറ്റ് ഡോക്ടർ മാത്യു വൈരമൺ, ഞാൻ ന്യൂയോർക്കിൽ നിന്ന് റിട്ടയറായി ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഏതാണ്ട് 17 വർഷമായി. ആ വന്ന കാലം മുതൽ അദ്ദേഹമായിട്ടൊരു വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. പ്രത്യേകമായിട്ട് ഞാനും ചെറുതായിട്ട് കുത്തിക്കുറിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ കേരള റൈറ്റേഴ്സ് ഫോറം, മലയാളം സൊസൈറ്റി, ഈ വേദികളിലെല്ലാം അദ്ദേഹവും വളരെയധികം സജീവമാണ്. ഞാനും ആ മീറ്റിങ്ങുകളിലെല്ലാം പോകാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ എഴുത്തിൽ, അതേമാതിരിയുള്ള ഡിബേറ്റിൽ, സംവാദങ്ങളിൽ എല്ലാം അദ്ദേഹം വളരെയധികം കൃത്യത പുലർത്തുന്ന, നീതിബോധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ അർത്ഥത്തിലും അദ്ദേഹവുമായിട്ടുള്ള എൻ്റെ ഇടപാടുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈസ് ജസ്റ്റിസ് ഫോർ ഓൾ, എല്ലാവർക്കും ജസ്റ്റിസ്. ആൻഡ് ഈസ് ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇംപാർഷ്യൽ. അദ്ദേഹത്തിൻ്റെ വീക്ഷണകോണം എപ്പോഴും അതാണ് നമ്മൾക്ക് എപ്പോഴും വേണ്ടത് ഒരു ജഡ്ജിന്. നമുക്കറിയാം, ഇവിടെ ഒരു വ്യക്തി കുറ്റം ചെയ്തോ എന്ന് നോക്കാൻ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും പോലീസുകാർ വേണം കുറ്റക്കാരെ പിടിക്കാൻ. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കുറ്റക്കാരെ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് 3-ാം മുറ ഇടിക്കല്, ചതക്കല്, ആ കഥയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേക നാട്ടിൽ. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറ്റക്കാരെ പിടിക്കാൻ പോലീസ് വേണം. അവർ കുറ്റം ചെയ്തോ എന്ന് തീരുമാനിക്കാൻ, നിശ്ചയിക്കാൻ ഇവിടെ വക്കീലന്മാർ വേണം, അഡ്വക്കേറ്റ്സ് വേണം. അതാണ് ഇദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പടി കൂടെ അദ്ദേഹം മുന്നോട്ട് പോകുവാൻ, ജഡ്ജ് ചെയ്യുവാൻ പ്രാപ്തനാണ്. അതിനു വേണ്ടിയാണ് വോട്ടേഴ്സിൻ്റെ സഹായം. അദ്ദേഹം ഇവിടെ മാൻ ഓഫ് പീസ്, ജസ്റ്റിസ് ഓഫ് ദ പീസ്, അതിലേക്ക് മത്സരിക്കുകയാണ്. അതിന് ഏറ്റവും എൻ്റെ ഒരു നോട്ടത്തിലെ വീക്ഷണകോണത്തിൽ അദ്ദേഹം 100% യോഗ്യനാണെന്ന് എനിക്ക് യാതൊരു സംശയവും ഇല്ലാതെ പറയാൻ സാധിക്കും. അത് ഇപ്പം ഇവിടെ പറഞ്ഞു. തീർച്ചയായിട്ടും ജഡ്ജികൾ പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമില്ല. സമാധാനത്തോടു കൂടി ജഡ്ജി ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, ജഡ്ജി ആ വലിയ കൊട്ടോടിയെടുത്ത് ഇടിച്ച് അവിടെയെല്ലാം ബഹളം ഉണ്ടാക്കേണ്ട ഒരു ജഡ്ജി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സൗമ്യനായിട്ട് വിധി പറയാം. ഓക്കെ, അതാണ് ജസ്റ്റിസ് ഓഫ് പീസ്. അദ്ദേഹം മാൻ ഓഫ് പീസ്, ജസ്റ്റിസ് ഓഫ് പീസ് എല്ലാ അർത്ഥത്തിലും. അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ആൽബങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എൻ്റെ നാട്ടിൽ പൈങ്ങോട്ടൂർ, തൊടുപുഴ അടുത്ത് എൻ്റെ സ്വദേശത്ത് അദ്ദേഹത്തിൻ്റെ വളരെയധികം ബന്ധുക്കൾ ഉണ്ട്. അപ്പോൾ അവരിൽ പലരെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങളിലെല്ലാം ചരിത്രമുണ്ട്. തീർച്ചയായിട്ടും നാടിൻ്റെ ചരിത്രം എല്ലാം അടങ്ങുന്ന ഒരു പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വിജ്ഞാനം അങ്ങേയറ്റം പകരുന്നവ തന്നെയാണ്.
അപ്പോൾ ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞു പോകാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ ഒത്തിരി പറയാനുണ്ട്. ഞാൻ പക്ഷേ ഈ എല്ലാം പർവ്വതീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് എല്ലാവരുടെയും വോട്ട്, മറ്റ് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ വ്യക്തികളുടെയും എല്ലാ വോട്ടേഴ്സിൻ്റെയും വോട്ടുകൾ ലഭ്യമാക്കാൻ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ പണം കൊടുത്തും അല്ലാതെയും എല്ലാ അർത്ഥത്തിലും നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളൂ. പിന്നെ എല്ലാ തരത്തിലുള്ള ആയുരാരോഗ്യങ്ങളും ഭാവുകങ്ങളും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഇത്തരത്തിൽ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.